സുക്കിനി അഥവാ കൂസ. ഇത് മലയാളികൾക്കിടയിലെത്തിയിട്ട് അധിക നാളൊന്നും ആയിട്ടില്ല. പൊതുവേ എല്ലാവരും ഇത് വെജിറ്റബിളായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഓർഗാനിക്കലി ഇതൊരു ഫ്രൂട്ടായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. വൈറ്റമിൻ എ ധാരാളം അടങ്ങിയത് കൊണ്ട് തന്നെ സുക്കിനി എല്ലാവരും സാലഡിലും സബ്ജിയിലുമൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇന്ന് നമുക്ക് കൂസ കൊണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള റോസ്റ്റ് ഉണ്ടാക്കാം. സോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലവ് ഫ്രം ഖത്തർ. സുക്കിനി റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള സുക്കിനിയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ട് അതിലോട്ടേക്ക് ഇത്തിരി വെളിച്ചെണ്ണയും ആവശ്യത്തിന് കടുകും കൂടിയിട്ട് പൊട്ടിക്കുക. ഞാനിവിടെ വെളുത്തുള്ളി, തക്കാളി, ഉള്ളി, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി മാത്രമല്ല, വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. കടുക് പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും പാനിലോട്ടേക്കിട്ട് നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഒരു സവാള പാനിലോട്ടേക്കിട്ട് ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വീണ്ടും വഴറ്റുക. സവാള ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ അതിലോട്ടേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു ഹാഫ് തക്കാളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഇളക്കുക. ഇനി നമുക്ക് റോസ്റ്റിന് വേണ്ടിയിട്ടുള്ള മസാലകൾ ചേർക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക്, ഒരിത്തിരി ജീരകം, നല്ല ജീരകമാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. മസാലകളെല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴറ്റി വെച്ച മസാലയിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്ന സുക്കിനി കൂടെ ആഡ് ചെയ്യുക. മസാലയും സുക്കിനിയും കൂടെ മിക്സ് ആവുന്നത് വരെ നമ്മൾ നന്നായിട്ട് വഴറ്റുക. ഒരു എക്സ്ട്രാ ഫ്ലേവറിന് വേണ്ടി നമ്മൾ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക. സുക്കിനിയിൽ നന്നായിട്ട് ജലാംശം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. അങ്ങനെ നമ്മളുടെ സുക്കിനി റെഡിയായിരിക്കുകയാണ്. ഇതിനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റാം.